നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. മാനസിക ഉല്ലാസവും സർഗശേഷിയും ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭ സംഘടിപ്പിക്കുന്ന ശലഭം ഭിന്നശേഷി കലോത്സവത്തിന് തുടക്കമായി. വൈവിധ്യമാർന്ന കലാരൂപങ്ങളിലൂടെ തങ്ങളുടെ കഴിവുകൾ മാറ്റിവെക്കാൻ നൂറുകണക്കിന് പ്രതിഭകളാണ് നഗരസഭയുടെ ഈ സാംസ്കാരിക വേദിയിലെത്തിയത്. വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഒരുക്കുന്ന ശലഭം കലോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആരംഭിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മദനൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് ഒക്കെയായ സാജു കുടിയൻ, അതുപോലെ പ്രമോദ് മാടയൊക്കെ ഇപ്പോൾ ഇവിടെ സനീഷ് വിളിച്ചു ചോദിച്ചപ്പോൾ കുറാഞ്ചേരി കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അവരിവിടെ എത്തിച്ചേരും. അവരെയും കാണാനുള്ള അവസരം നമ്മുടെ കൂട്ടുകാർക്കുണ്ടാവും. ഞങ്ങളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാൻ അവർക്കും ഒരവസരം ഉണ്ടാകും. അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പരിപാടികൾ എല്ലാ നിലയിലും ഒരു സർഗാത്മകമായിട്ടുള്ള പരിപാടിയായി മാറ്റാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി ഈ ശ്രമകരമായിട്ട് ഇടപെടൽ നടത്തുന്നത്. പ്രശസ്ത സിനിമാ താരവും മിമിക്രി കലാകാരനുമായ സാജു കൊടിയൻ, പ്രമോദ് മാള എന്നിവർ മുഖ്യാതിഥികളായി. സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ശലഭം എന്ന ഈ പരിപാടിക്ക് മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അപ്പോൾ പിന്നെ അച്യുതാനന്ദൻ സാറ് വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ കേരളം ഭരിച്ച് നമ്മിൽ നിന്ന് വിട്ടുപോയ മറ്റൊരു നേതാവാണ് ഉമ്മൻചാണ്ടി സാർ, അല്ലേ? നിങ്ങൾ സിനിമാ താരങ്ങളുടെ ശബ്ദങ്ങളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുക. വല്ലപ്പോഴൊക്കെ നിങ്ങൾ TV കാണുമ്പോൾ ന്യൂസും വാർത്തകൾ കാണണം. കാലിത്തൊഴിൽ കന്യാമർദ്ദം കർത്താവുണ്ട്, കാരില്ലാത്തവരും കണ്ണില്ലാത്തവരും കൃഷികളുമായി കഷ്ടപ്പെടുന്നവർ കാര്യത്തിന് കന്യാവിനെ കണ്ടറിഞ്ഞു. കന്യാസുതനായ കർത്താവിനെ ക്രൂരന്മാരായ കയ്യപ്പാസം കൂട്ടരും കാൽവരിയിലെ കുരിശിൽ കാര്യം പാണി കൊളുത്തി കുന്തുകൊണ്ട് കൊത്തി. കറക്റ്റല്ലേ സിസ്റ്ററെ? കറക്റ്റാണ്. അപ്പോൾ കരകളിൽ കൂടുതലും കാകാരമാണ്. കന്യാകുമാരി, കൊല്ലം, കോവളം, കായംകുളം, കുന്നംകുളം, കൊച്ചി, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം, കരുനാഗപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, കാക്കനാട്, കാൽപ്പറ്റ, കരോട്, കാഞ്ഞിമറ്റം, കൊട്ടാരക്കര, കൊയിലാട്ടി, കരുവാറ്റ, കൽപ്പാടി, കുട്ടിക്കാട്, കുറ്റിപ്പുറം, കോതമംഗലം കംപ്ലീറ്റ് കായാണ്. കൈയടിക്കുന്നതിൽ കായുണ്ട്. ഈ നമ്മുടെ കലാകാരന്മാരിൽ കൂടുതൽ കാകാരന്മാരാണ്. കൊട്ടാരക്കര KP ഉമ്മർ, കരമന, കുതിരടുപ്പ്, കുഞ്ഞ്, KP സേണി, KDS, കമലഹാസൻ, KJS, കൃഷ്ണേന്ദ്രൻ, കൈതപ്പുറം, കലാനന്ദ, കബരിപ്പനമ, കാവേരി, കലിപ്പന, കവിത, കാർത്തിക്, KP സേണി, ഗിരികട കുറിച്ച്, കൊച്ചുകണ്ണിപ്പ്, കടവപ്രാണി, കൃഷ്ണകുടിയാർ, കലാഭവമണി, കുഞ്ചാക്കോവൻ, കൃഷ്ണ കൊടിയൻ കൂടുതലും കായാണ്. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിന് കൂടുതൽ കായാണ്. കണ്ണ്, കാത്, കാല്, കവിള്, കുടല്, പുഴ, കൊച്ചി, കാഴ്ച, കേൾവി, കാൽപാദം, കാൽപ്പണ്ട്, കൃഷ്ണമണി, കഷണ്ടി, കാറ്റ് പോയാൽ കല്ലറ അല്ലെങ്കിൽ കബറ കംപ്ലീറ്റ് കായ. ഭിന്നശേഷി വിഭാഗത്തിന്റെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സമൂഹത്തിൽ അർഹമായ വേദി ഒരുക്കുകയുമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹനൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സ്വപ്ന ശശി, PG സനീഷ്, ധന്യനിതിൻ എന്നിവരും കൗൺസിലർമാരായ കൃഷ്ണനുണ്ണി, PN വൈശാഖൻ, സിന്ധു സുബ്രഹ്മണ്യൻ, സുനിത മണികണ്ഠൻ, മധു അമ്പലപുരം, ധന്യ വിജേഷ്, P തുളസി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് അരങ്ങേറിയ വിവിധ കലാപരിപാടികൾ കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്തു.